യാതൊരു നിലപാടുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ട് വാദങ്ങൾ നോക്കി. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷത്തിന് BJP ആയിട്ട് നേരിട്ട് കച്ചവടമാണ്. അതാണ് EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ നേരിട്ട് കച്ചവടം. അതാണ് ഇന്നത്തെ ആരോപണം. 3 ദിവസം മുമ്പത്തെ ആരോപണം എന്താണ്? പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് എത്തിക്കണമെങ്കിൽ നേരിട്ട് കച്ചവടമൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ബെഹ്റയുടെ ഇടനില വേണം. ഇതിലേതാ ശരി? ബെഹ്റയുടെ ഇടനിലയുടെ തെളിവിനെ കുറിച്ച് അനിലക്കരയോട് ചോദിക്കാമെന്ന് ബഹുമാനപ്പെട്ട കാശ്മീർ എന്നോട് പറഞ്ഞായിരുന്നു. ചോദിക്കുന്നത് കേട്ടില്ല. ചോദിച്ചാൽ അനിലക്കരയ്ക്ക് പറയാനും പറ്റത്തില്ല. ഇനി അനിലക്കര ആരാ മോൻ? നേരത്തെ ഒരു ചർച്ചയിൽ അനിലക്കര ലൈഫ് മിഷനിൽ നിന്നും 1 കോടി രൂപ കൈക്കൂലിയായിട്ട് AC മൊയ്തീൻ കൈപ്പറ്റിയെന്ന് ഒരിക്കലും ചർച്ചയല്ല ചാനലിൽ കൂടെ പറഞ്ഞു. പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് 1 കോടി രൂപ AC മൊയ്തീൻ കൈപ്പറ്റി. അത് കൈപ്പറ്റിയിട്ട് ഈ 6 മാസമായിട്ട് തെളിവുണ്ടോ? 2 കോടി തെളിവുണ്ടോ അതിന്? രണ്ടല്ല 5 കോടി പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ, തെളിവില്ലല്ലോ. അത് നിങ്ങൾ നാണം ഉണ്ടെങ്കിൽ ആ 2 കോടി ആരോപണം ഉന്നയിച്ചതിന്റെ ഒരു തെളിവ് ഇപ്പൊ പറ. തൃശൂർ കോടതി ഞാൻ പറയട്ടെ, നാണം ഇല്ലാത്തതുകൊണ്ട് പറയേണ്ടത്. ഞാൻ പറയട്ടെ, ഇടയ്ക്കിടപെടരുത്. നോ ഇടയ്ക്കിടപെടരുത് സർ. എന്നോട് മാപ്പാക്കിത്ത. നിങ്ങൾക്ക് നാണം ഉണ്ടെങ്കിൽ പറയാനേ പറഞ്ഞുള്ളൂ. നാണം ഉണ്ടേ പറയാനേ പറഞ്ഞുള്ളൂ. നാണം ഇല്ലാത്തതുകൊണ്ട് പറയേണ്ടെന്ന്. നാണം ഉണ്ട് എന്ത് ചെയ്യണം? 2 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് 2 കൊല്ലമായി, 6 മാസമായി. AC മൊയ്തീന്റെ 2 കോടി കൊണ്ടുപോയി തെളിവൊന്ന് ഇപ്പൊ ഹാജരാക്കുക. കോടതിയിലൊക്കെ കൊടുത്തു. കോടതി കൊടുത്താൽ കോടതിയിൽ നിന്ന് കോപ്പി എടുക്കാമല്ലോ. നിങ്ങൾ എന്തിനായി ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്നത്? അനിലക്കര അപ്പം സതീശന്റെ കള്ളത്തരത്തെ കുറിച്ച് അനിലക്കരോട് ചോദിച്ചാൽ മറുപടി കിട്ടുന്ന എങ്ങനെയാണ്? സതീശൻ ആരാ നുണ പറയുന്നത്? അതേ സതീശന്റെ ശിഷ്യനോ ഗുരുവാണോ അനിലക്കര? 2 കോടിയുടെ കള്ളത്തരാ പറഞ്ഞത്. ഇപ്പോഴും ഈ ചർച്ചയിലും അദ്ദേഹം പറയത്തില്ല. എന്നിട്ട് പിന്നെ മോതിരായിട്ട് നടക്കുക അദ്ദേഹം. ഇനി ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം പറയുക. നമ്മുടെ ന്യായയാത്രയിൽ LDF പങ്കെടുത്തില്ല, CPM പങ്കെടുത്തില്ല, അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇല്ല. ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഇല്ലല്ലോ. കോൺഗ്രസ് ഉണ്ടോ ഇന്ത്യ മുന്നണിയിൽ? കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി ഒരു ദില്ലിയിൽ മുഖ്യമന്ത്രിയും MP-മാരും MLA-മാരും നടത്തിയ സമരത്തിൽ നിങ്ങൾ വരൂലേ? ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഇല്ല. ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് ഇല്ല. കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് ഇല്ല. കേരളത്തിന് വേണ്ടി ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും കാശ്മീരിലെ നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവും DMK-യും അടക്കം എല്ലാ പാർട്ടികളും അണിനിരന്നിട്ടും ഈ കേരളത്തിന് വേണ്ടി വരാൻ മനസ്സില്ലാത്ത വയനാട്ടിൽ നിന്നുള്ള ഒരു MP ആണല്ലോ രാഹുൽ ഗാന്ധി. കേരളത്തിന് വേണ്ടി സമരം നടത്തിയപ്പോ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത രാഹുൽ ഗാന്ധിയെ ചുമന്നുകൊണ്ടെന്തിനാണ് നിങ്ങൾ വയനാട്ടിന് വരുന്നത്? അതാ ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് മലയാളിക്ക് വേണ്ടി 5 കൊല്ലം മിണ്ടാത്ത, മലയാളത്തിന് വേണ്ടി സംസാരിക്കാൻ വയ്യാത്ത ഒരു രാഹുൽ ഗാന്ധി ഒരു ജാഥ നടത്തിയിട്ട് ഞങ്ങളവിടെ പോയി ക്യൂ നിൽക്കണം. കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്നേ. ആ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്തൊരു ബദൽ വന്നാൽ ആ ബദലിനകത്ത് അടുത്ത മോദി വിരുദ്ധ BJP വിരുദ്ധ മുന്നണിക്ക് ഞങ്ങൾ കൈപൊക്കും. കാലുമാറാതെ കൈപൊക്കും. പത്മജയെ പോലെ പോകാതെ കൈപൊക്കും. അനിൽ ആന്റണിയെ പോലെ പോകാതെ കൈപൊക്കും. ഞങ്ങള് 63 MP-മാരുണ്ടായിട്ട് ഈ അനിൽ ആന്റണി ചെയ്ത പോലെ ചെയ്തില്ല. AK ആന്റണി മന്ത്രിയായിട്ട് അവിടെ ഇരുന്നേ, പ്രതിരോധ മന്ത്രി. അനിൽ ആന്റണിയുടെ മാനസികാവസ്ഥയായിരുന്നെങ്കിൽ ഞങ്ങളുടെ MP-മാർ 63 എണ്ണം. ഞങ്ങൾ എന്തെങ്കിലും ഒരു കടിചായ വാങ്ങിച്ചു കൊടുത്തോ 2004-ൽ? അതുകൊണ്ട് ഇത്തവണ പറയുന്നത് മലയാളിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഇടതുപക്ഷത്തെയാണ്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന LDF-നായിരിക്കും. അത് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടുകഥ പറയും. എന്നിട്ടോ ഇന്നത്തെ ഏറ്റവും വലിയ വിശുദ്ധൻ ആരാണ്? വിശുദ്ധൻ BJP-ക്കാര്. ഏത് BJP? ഇലക്ട്രൽ ബോണ്ട് നിയമപരം. എന്ത് നിയമം? ഒരു കമ്പനിക്ക് ആകെ ലാഭം എന്ന് പറയുന്നത് 10 കോടി. അവര് നരേന്ദ്രമോദിക്ക് കൊടുത്തിരിക്കുന്ന അവല എത്ര കോടി രൂപയുടെ അവല കൊടുത്തിരിക്കുന്നത്? 650 കോടി രൂപയുടെ അവല കൊടുത്തിരിക്കുന്നത്. അവലെന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് 650 കോടി. സാന്തിയാഗോ മാർട്ടിൻ ED റെയ്ഡ് ചെയ്തു, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു. ED റെയ്ഡ് ചെയ്തിട്ട് 1363 കോടി രൂപയുടെ അഴിമതിയാണ്. അല്ലെങ്കിൽ ED റെയ്ഡ് ചെയ്തതിന് പിറ്റേന്ന് 1363 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിച്ചവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത് BJP. ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത് സാന്തിയാഗോ മാർട്ടിന്റെ നാണമില്ലേ? എന്നിട്ട് ഇവിടെ പറയുന്നു സ്വർണത്തിന് നികുതി വെക്കാമോ? സ്വർണത്തിന് നികുതി വെക്കാത്തത് നിർമ്മലാ സീതാരാമനാ. GST കൌൺസിലില് കേരളം ആവശ്യപ്പെട്ടു, ബാലഗോപാല് സ്വർണത്തിന് EWA ബില്ല് ഏർപ്പെടുത്തുവോ?
സ്വർണത്തിന് ഇ-വേ ബില്ല് പാടില്ല എന്ന് നിർമ്മലാ സീതാരാമനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്വർണ്ണ കച്ചവടക്കാർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് കിടക്കുന്ന BJP-യാ. ആ BJP-യാണ് ഇന്ത്യ മുഴുവൻ അഴിമതി നടത്തുകയും തൊണ്ടി സഹിതം പിടിക്കപ്പെടുകയും കോടികളുടെ അഴിമതി. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര കോടിയാണ് വാങ്ങിച്ചത്? ഏത് വാക്സിൻ എടുക്കുന്നവന്റെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങിച്ചതിന് എത്ര കോടിയാണ് നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചത്? 50 കോടി. മേഘ എഞ്ചിനീയറിംഗ് നിങ്ങൾ എത്ര കോടിയാണ് വാങ്ങിച്ചത്? കരാറുകാരുടെ നിന്നും ദേശീയപാത കരാറുകാരുടെ നിന്നും അവരെ കരിമ്പട്ടികപ്പെടുത്തി കഴിഞ്ഞാൽ ഇരട്ടി കാശ്. ഇന്ത്യ മുഴുവൻ ഇൻകം ടാക്സുകാരെ പറഞ്ഞു വിട്ടിട്ടും ED-യെ പറഞ്ഞു വിട്ടിട്ടും ആളുകളെ വരട്ടെ കാശ് വാങ്ങിക്കുന്ന പരിപാടിയുടെ എന്താ പേര് പറയുന്നത്? RSS പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളാണിത് കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട് RSS നടത്തിയ പരീക്ഷണമാണ്. കുറെ കൂടെ നല്ല പരീക്ഷണം വേറെ നടത്തും. RSS പറഞ്ഞിരിക്കുകയാണ്. RSS-നെ ഈ പരീക്ഷണം നടത്താൻ ആരെങ്കിലും ഏൽപ്പിച്ചോ? സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞതിന് ശേഷം പറയലാണ് അനിൽകുമാർ. ഞാൻ ചോദിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു മുതലാളി ചുമ്മാ പൈസ ഇറക്കില്ല എന്ന് സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്തതിനു ശേഷം പറയലാണ് പരീക്ഷണമാണെന്നല്ലേ? മാത്രമല്ല RSS ഈ പണം ഇല്ലാതെ എത്രയോ പണം വേറെ വിളിക്കുന്നുണ്ട്. RSS പ്രവർത്തിക്കുന്നതിന് പണം എവിടുന്നാ വരുന്നത്? ഉണ്ട്. ഹാഷ്മിക്ക് വേറൊരു ചോദ്യം ചോദിക്കുക. ബഹുമാനപ്പെട്ട BJP-യുടെ പ്രകൃതിയോട് ചോദിക്കുക. BJP-യുടെ പ്രകൃതിയോട് ചോദിക്കുക. നിങ്ങൾ ദേശാഭിമാനിയെ കുറിച്ച് കള്ളം പറഞ്ഞല്ലോ. ഞങ്ങളുടെ പത്രത്തിന് തിരുവനന്തപുരത്ത് ഒരു ആഫീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കെട്ടിട സ്ഥലം കൂടെ വിറ്റിട്ട് അതിനേക്കാൾ വലിയ കെട്ടിട സ്ഥലം കൂടെ അവിടെ തന്നെ വാങ്ങിച്ചു. നമ്മുടെ തമ്പാനൂര് തന്നെ വാങ്ങിച്ചു. ഒന്ന് വിറ്റിട്ട് വേറൊന്ന് വാങ്ങിക്കുന്ന അഴിമതിയാണോ? ഒന്ന് വിറ്റത് ഞങ്ങൾ അക്കൗണ്ടിൽ കൂടി പണം കൊടുത്തിട്ടല്ലേ, പണം വാങ്ങിയിട്ടല്ലേ. ഞങ്ങൾ വിറ്റപ്പോൾ പത്രപരസ്യം കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യത്തിന് വില തന്നവരോട് ഞങ്ങൾ വിൽക്കും. ഏറ്റവും കുറഞ്ഞ പൈസ ഏറ്റവും കൂടുതൽ പൈസ തന്നവർക്ക്, ഏറ്റവും കൂടുതൽ പൈസ തന്നവർക്ക് ദേശാഭിമാനിയുടെ എത്ര കൂടെ അത് കിട്ടി. അത് രേഖയിലുണ്ട്, ആധാരത്തിന്റെ രേഖയിലുണ്ട്. അതിനെക്കുറിച്ച് ചാനൽ ചർച്ച പറയണ്ടല്ലോ. എനിക്ക് കണക്കറിയത്തില്ല. ഞങ്ങൾ പത്രപരസ്യം കൊടുത്ത് ഏറ്റവും ഉയർന്ന നോക്കി വിൽക്കുകയും അതിന്റെ കണക്ക് ആധാരത്തിലുണ്ടല്ലോ. എത്രയാണേലും കുഴപ്പമില്ല. ആ കണക്ക് വരികയും അതിനേക്കാൾ വലിയ കെട്ടിടം അവിടെ ഞങ്ങൾ പണിയുകയും ചെയ്തു ദേശാഭിമാനി. നിങ്ങൾക്ക് എന്തായാലും വിഷമം? അതുകൊണ്ട് ദേശാഭിമാനിക്കെതിരെ ഒന്നും നിങ്ങൾ കള്ളം പറയണ്ട. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. CPM തുടക്കം മുതൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിൽ പങ്കില്ല. ഇനി ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ അക്കര ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? വീണ വിജയന്റെ പേരിൽ കേസ് എടുക്കുമോ? നല്ല ചോദ്യം. FIR എടുക്കുമോ? ഹാഷ്മി ഇത് ഏറ്റവും ചോദിച്ചു. ഞാൻ ഹാഷ്മിയോട് ഇൻകം ടാക്സ് ആക്ടിന്റെ 245I എന്നൊരു വകുപ്പുണ്ട്, വായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താ 245I പറയുന്നത്? ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കിയ കടലാസ് വെച്ച് ഇന്ത്യ രാജ്യത്തെ ഒരു കോടതിയിലും ഒരു വ്യവഹാരവും നിൽക്കത്തില്ല. ശരി.